ഹായ് മക്കളെ, നമസ്കാരം. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ക്വാർട്ടർലി പരീക്ഷ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവർ ആദ്യമായിട്ടുള്ള പ്ലസ് വണ്ണിലെ പരീക്ഷ എന്ത് ചെയ്യാൻ പോവാണ്? ഗവൺമെൻറ് തലത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി നടത്താൻ പോവുകയാണ്. ആ നടത്താൻ പോകുന്ന സമയത്ത് ഇതുവരെ അവർ മലയാളം പരീക്ഷ എഴുതിയിരുന്നത് 40 മാർക്കിനായിരുന്നെങ്കിൽ ഇനി മുതൽ അവർ മലയാളം പരീക്ഷ എഴുതാൻ പോകുന്നത് 80 മാർക്കിനാണ്. 40 മാർക്കിൽ നിന്ന് 80 മാർക്കിലേക്ക് മാറുന്ന സമയത്ത് എങ്ങനെയെല്ലാം സമയം നിയന്ത്രിക്കണം? 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ സാറേ 40ൽ 40 കിട്ടാനും, അല്ലെങ്കിൽ 40ൽ 38 കിട്ടാനും, അല്ലെങ്കിൽ 40ൽ 36 ആയിപ്പോയതും സമയം തികയാത്തത് കൊണ്ടാണ് എന്ന പരാതികൾ ഉന്നയിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എഴുതി തീർക്കാൻ പറ്റുന്നില്ല. അതിനും ഉചിതമായ ഒരു പരിഹാരവുമായിട്ടാണ് സാർ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മലയാളം പരീക്ഷാ സമയം എങ്ങനെ നിയന്ത്രിക്കാം, മലയാളം പരീക്ഷയ്ക്ക് വേണ്ടി സമയത്തെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ പരിശോധിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, കൂടെ നിന്നോളുക. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങ് തന്നിട്ടുണ്ട്. നോക്കുക, ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023. ടൈം 2.5 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷയുടെ സമയം ഇവിടെ തന്നിരിക്കുന്നത്. എത്ര മണിക്കൂർ? 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ സമയം നമുക്കുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള പൊതുനിർദ്ദേശങ്ങൾ: നിർദ്ദിഷ്ട സമയത്തിന് പുറമെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നമുക്കുണ്ട്. അപ്പോൾ 2 മണിക്കൂറും 45 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ ഹാളിൽ ഇരിക്കാം. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നോക്കുക, ആദ്യത്തെ നിർദ്ദേശം 1 മുതൽ 6 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് 2 ഉത്തരം വീതം തിരഞ്ഞെടുത്ത് എഴുതുക. ഏതെങ്കിലും 2 എണ്ണത്തിന് 2 ഉത്തരം വീതം. 2 ഉത്തരം വരുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. 2 ഉത്തരമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 1 ഉത്തരം തിരഞ്ഞെടുത്താൽ നമുക്ക് 1 മാർക്കേ കിട്ടുള്ളൂ. 1 മുതൽ 6 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് 5 × 2 = 10 മാർക്ക്. 10 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആദ്യത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉത്തരം വരാൻ പോകുന്നത്. അപ്പോൾ 80ൽ 10 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയപ്പെട്ട ആദ്യത്തെ 1 മുതൽ 6 വരെ ചോദ്യങ്ങളിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം മനസ്സിലാക്കുക. നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള ഏതോ 2 ഉത്തരം ശരിയാണെന്ന് മനസ്സിലാവും. ആ 2 ഉത്തരത്തിനെ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതിക്കൊള്ളുക. സെറ്റല്ലേ? സെറ്റ്. ദെൻ നെക്സ്റ്റ്, അതിലിങ്ങനെ വരുന്നുണ്ട്. 5 എണ്ണം കഴിഞ്ഞു, 6 എണ്ണം കഴിഞ്ഞു. ഇനി 7 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് 1ഓ 2ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. അതിൻ്റെ മാർക്ക് എത്ര തന്നെയാണ്? 2 മാർക്ക് തന്നെയാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ എത്ര ചോദ്യം വന്നു എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഓക്കെ, 7 മുതൽ 10 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് 1ഓ 2ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 3 × 2 6 മാർക്കാണ്. ഇവിടെ ജൊനാഥൻ ഏതെങ്കിലും 3 എണ്ണത്തിന് 1ഓ 2ഓ വാക്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 വരി 2 വരി ഏറി വന്നാൽ 3 വരിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഉത്തരം അവസാനിച്ചിരിക്കണം. മക്കളെ, ഇവിടെ ആവേശം മൂത്ത് ജൊനാഥൻ മറ്റ് കടൽക്കാക്കകളിൽ നിന്ന് വ്യത്യസ്തനാണെന്നതിന് 2 തെളിവുകൾ എഴുതുക എന്ന് പറയുമ്പോൾ പാഠഭാഗത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാമെന്ന് കരുതിയിട്ട് ഒരുപാട് എഴുതി വെക്കുമ്പോൾ അപ്പുറത്ത് നമ്മളെ കാത്ത് വലിയ മാർക്കിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്തു, 3 × 2 മാർക്ക് നമ്മളവിടെ മാർക്ക് ചെയ്തു, 6 മാർക്ക്. ഇത്രയും കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 16 മാർക്കാണ്. 80ൽ 16 മാർക്ക്. ബാക്കി 64 മാർക്കിനുള്ള ചോദ്യങ്ങളെ ഇനി എന്ത് ചെയ്യുന്നുള്ളൂ, കിടക്കുന്നുള്ളൂ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 16 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നോക്കുക, 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അരപ്പുറമാണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു പേപ്പർ ഷീറ്റ് നമ്മളിങ്ങനെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഭാഗത്തിൻ്റെ ഇത്രയും ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം, അരപ്പുറം എന്ന് പറയാം. അപ്പോൾ ഒരു പേപ്പറിനകത്ത് ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അരപ്പുറത്തിൽ കവിയാതെ കറക്റ്റ് എന്ത് ചെയ്യുക, ഉത്തരം എഴുതി വെച്ചേക്കുക. 11 മുതൽ 17 വരെ
ചോദ്യങ്ങളിൽ 6 എണ്ണത്തിന് 6 4 24 മാർക്ക്. 24ഉം 16ഉം എത്രയായി? 50 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? കവർ ചെയ്ത് കഴിയുന്നു. ഇത്രയും ഭാഗം കവർ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു? ആ സാധനം പൂർത്തിയായി. ഇനി നോക്കിക്കേ, 18 മുതൽ 21 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 10ാം ക്ലാസ്സിൽ നമ്മളൊരു ഉപന്യാസ ചോദ്യോത്തരം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ മക്കളെ, അത്രമാത്രം. ഒരു പുറം നേരത്തെ കാണിച്ചു നിങ്ങൾക്ക്. ഇതാണ് നമ്മൾ എഴുതാനെടുക്കുന്ന പേജെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഉത്തരം എഴുതി അങ്ങ് നിറയ്ക്കും. ഇതിനാണ് ഒരു പുറം എന്ന് പറയുന്നത്. വേണമെങ്കിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു 2 വരിയും കൂടി എന്ത് ചെയ്യും? എഴുതി ചേർക്കും. അങ്ങനെ 18 മുതൽ 21 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 6 മാർക്ക് വീതമാണ്. 18 മാർക്ക് എന്ത് ചെയ്തു? നമുക്കിവിടെ സെറ്റായി കഴിഞ്ഞു. 3 × 6 18. ഇനി നോക്കുക, ഇവിടെ ഒരു കവിതാഭാഗം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ കവിതയായിരിക്കും, അല്ലെങ്കിൽ കഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലേഖനമായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടന്റ് എന്ത് ചെയ്യും? തന്നിരിക്കും. തന്നതിന് ശേഷം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു 3 ചോദ്യം നിങ്ങൾക്ക് തരും. ആ 3 ചോദ്യത്തിന് 2 മാർക്ക് വീതമായിരിക്കും. ആ 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ വരികളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയാൽ മാത്രം മതി. 2 മാർക്കിന് നേരത്തെ നമ്മൾ എത്രയാണോ ഉത്തരം എഴുതിയത് അതുപോലെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉത്തരം എഴുതാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കൂൾ ഓഫ് ടൈം തന്നെ മക്കൾ എന്ത് ചെയ്യണം? ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് വായിച്ച് മനസ്സിനകത്ത് സെറ്റാക്കി വെച്ചേക്കണം. പരീക്ഷൻ്റെ ഇടയ്ക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടയാളപ്പെടുത്തി വെക്കാൻ പറ്റും. അത് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കവിത വസ്തുക്കളിലുമുണ്ട്, കസേരയിൽ വൃക്ഷമായി, വഴിപോക്കർ, ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അടയാളപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ എന്ത് ചെയ്തു? 6 മാർക്ക് സ്കോർ ചെയ്ത് 24 മാർക്കായി അല്ലേ? നേരത്തെ 18, 6 മാർക്കിൻ്റെ 3 ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. 18 മാർക്ക്, ഇവിടെ ഒരു 6 മാർക്ക്, 24 മാർക്കായി. ഇനിയുള്ളത് നമുക്ക് എന്താണ്? 16 മാർക്ക്. 24ലേക്ക് 16 കൂടി കൂട്ടിയാൽ 50 ആവുള്ളൂ. നമുക്ക് 50 എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യാനുണ്ട്. എന്താണ്? 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് 1.5 പുറത്തിൽ, 1.5 പുറം, ഒരു പുറം നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നു. അടുത്തതിൻ്റെ പകുതി ഭാഗം വരെ എന്ത് ചെയ്യുന്നു? നമ്മൾ പൂർത്തിയാക്കി എഴുതുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ഉപന്യാസത്തിനുള്ള ഉത്തരമായി കഴിഞ്ഞു. 1.5 പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 8 മാർക്കാണ്. 8 × 2 16 മാർക്കാണ്. നോക്കുക, 3 ചോദ്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം? ഏതെങ്കിലും 2 എണ്ണം മാത്രം എന്ത് ചെയ്യാം? തിരഞ്ഞെടുത്തെഴുതുക. കൂടുതൽ പ്രയാസമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കി വെച്ചേക്കാം. സെറ്റാണല്ലോ? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. മുകളിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ നോക്കിയിട്ട് അതിൽ കൂടുതൽ സമയം ഒരു ഉത്തരത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? ചെലവഴിക്കാൻ പാടില്ല. ഓക്കെ, റെഡിയല്ലേ? ഇനി മലയാളം പരീക്ഷയ്ക്ക് സമയം തികഞ്ഞില്ല എന്ന് മക്കൾ എന്ത് ചെയ്യരുത്? പരാതി പറയരുത്. തീർച്ചയായിട്ടും നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും എന്ത് ചെയ്യണം? ഇതിനടിയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയേക്കണം. ഓക്കെ, താങ്ക് യു.